എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൈദരാബാദ് ചോയ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു തോരനാണ്. ഇത് ഒരുപാട് പേർക്ക് ഉണ്ടാക്കാൻ അറിയാവുന്നതാണ്, എന്നാൽ അറിയത്തില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് വളരെ വിശദമായിട്ട് കാണിച്ചു തരുന്നുണ്ട്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മളിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ള ചക്കക്കുരു നോക്കിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോഴും നല്ല ടേസ്റ്റുള്ള ചക്കക്കുരു തന്നെ എടുക്കണം. ഒരു 2 സവോള, അതുപോലെ തന്നെ കുറച്ച് ചുമന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു തേങ്ങയുടെ പകുതി, കുറച്ച് കറിവേപ്പില, മുളക് ആവശ്യത്തിന് എരിവിനനുസരിച്ച് മുളക് എടുക്കുക. എരിവ് കൂടുതലുണ്ടെങ്കിൽ കുറച്ച് മുളക് എടുക്കുക, ഇല്ലെങ്കിൽ മുളകിൻ്റെ എണ്ണം കൂട്ടിയെടുക്കുക. ഇനി ചക്കക്കുരു നമുക്ക് തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. അതിനായിട്ട് ആദ്യം ഇതിൻ്റെ പുറത്തുള്ള വെള്ളത്തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. അതിനുശേഷം ഉള്ളിൽ ബ്രൗൺ കളറുള്ള തൊലിയുണ്ട്. ആ തൊലി വേണമെങ്കിൽ മാത്രം കളഞ്ഞാൽ മതി. ആ ബ്രൗൺ കളർ തൊലി കളഞ്ഞില്ലെങ്കിലും തോരൻ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അത് വേണമെങ്കിൽ മാത്രം നമ്മൾ കളയുക, ഇല്ലെന്നുണ്ടെങ്കിൽ ആ ബ്രൗൺ തൊലിയോട് കൂടി തന്നെ തോരൻ വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാ ചക്കക്കുരുവും ഇതുപോലെ തൊലി കളഞ്ഞെടുത്തു. ഇനി നമുക്ക് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. അതിനായി ചക്കക്കുരു ആദ്യം എടുക്കുക, ഒന്ന് 2ആയിട്ട് നമ്മൾ അരിഞ്ഞെടുത്തതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക. നീളത്തിലുള്ള ചെറിയ കഷ്ണങ്ങളാക്കിയാണ് അരിഞ്ഞെടുക്കുന്നത്. ഇതുപോലെ 2ആയി മുറിക്കുക. അതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നീളത്തിൽ മുറിച്ചെടുക്കുക. എപ്പോഴും ചെറിയ കഷ്ണങ്ങളാക്കി ഒരുപോലെ തന്നെ മുറിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ചക്കക്കുരു എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു. ഇതുപോലത്തെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇത് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. നമ്മൾ കഴുകി വൃത്തിയാക്കിയെടുത്ത ആ ചക്കക്കുരു നമ്മളൊരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ എണ്ണ ഒഴിച്ചിട്ടില്ല, എണ്ണ ഇതിനാവശ്യമില്ല. ഇനി നമ്മളെടുത്ത് വെച്ച സവോള കൂടെ ഇതിലേക്ക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരകിയത് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നു. ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കണം. ഇനി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങയും ഉപ്പും സവോളയും എല്ലാം കൂടെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ്. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളത്തിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ച് 10 മിനിറ്റ് വേകട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും നമുക്ക് തുറക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഈ സമയം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മളുടെ ചുമന്നുള്ളി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുക. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇത് 2ാമത്തെ സ്റ്റെപ്പാണ്. പച്ചമുളകും ഇഞ്ചിയും ചുമന്നുള്ളിയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക.
അതിനുശേഷം ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുക. വീണ്ടും നമ്മൾ ഒന്ന് അടച്ചു കൊടുക്കുക. അടച്ചു വെച്ചൊരു 5 മിനിറ്റ് ഒന്ന് വേകട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും തുറന്ന് നോക്കാം. ഇവിടെ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. ആ സമയം ഒന്നുകൊണ്ട് നമ്മളൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുക. വീണ്ടും നമുക്കൊരു 2 മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് ഈ സമയം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൊടുത്ത് ഒന്നുകൂടെ നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം. വെള്ളമൊക്കെ ഏകദേശം പറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ചക്കക്കുരു വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളം മാത്രമേ ഇതിലുള്ളൂ. നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കുക. ഇനി നമുക്ക് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇതിലുള്ള വെള്ളം പറ്റിച്ച് ഇളക്കിയെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ വെള്ളമൊക്കെ പറ്റി കറി റെഡിയായിട്ടുണ്ട്. ഈ സമയം നമുക്ക് ആവശ്യമുള്ള വറവ് തയ്യാറാക്കണം. അതിനായി നമുക്ക് തിളച്ച എണ്ണയിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ചിട്ട് കൊടുക്കാം. ചുമന്നുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് നമുക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ഇടുകയും ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല ഒരു വീഡിയോയുമായി വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി.